രാജ്യത്ത് ഇരുട്ടടിയായി വീണ്ടും ഇന്ധനവില വർധനവ്. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ കേവലം 10 ദിവസത്തിനിടെ 7.5 രൂപയോളമാണ് രാജ്യത്തെ ഇന്ധനവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ക്രൂഡ് ഓയിൽ വില $100 താഴെയാണെങ്കിലും മുമ്പുണ്ടായ നഷ്ടം നികത്താനാണ് ഇപ്പോഴത്തെ വർധനവെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ അവകാശവാദം. അതേസമയം ഇന്ധനവില വർധനയുണ്ടായതോടെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പണപ്പെരുപ്പക്കാർ മോദി വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് പരിഹസിച്ച രാഹുൽ ഗാന്ധി പൊതുജനങ്ങളുടെ എതിർപ്പ് ലഘൂകരിക്കുന്നതിനായാണ് ഇന്ധനവില ഘട്ടം ഘട്ടമായി ഉയർത്തുന്നതെന്നും ആരോപിച്ചു. കൂടാതെ ഓട്ടോ, ബസ്, ടാക്സി തൊഴിലാളികളുമെല്ലാം ഇന്ധനവില വർധനവിൽ ആശങ്കയറിയിച്ചിട്ടുണ്ട്. ഇന്ധനവില വർധനവിനെതിരെ രാജ്യത്തെ കർഷക തൊഴിലാളികളും രംഗത്തെത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധനവില ഘട്ടം ഘട്ടമായി ഉയർത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നഷ്ടം നികത്താൻ വേണ്ടി മാത്രമാണോ? സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ രാജ്യത്തെ സാധാരണക്കാരുടെ നടുവൊടിക്കുകയാണോ കേന്ദ്ര സർക്കാർ? കാണാം RDX. 10 ദിവസത്തിനിടെ 4ാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 ഇന്ന് കൂടിയത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതാണ് പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമായി കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും നിരത്തിയിരുന്നത്. എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും രാജ്യത്ത് ഇന്ധനവില കൂടുകയാണ്. മെയ് 15 മുതലാണ് ഘട്ടം ഘട്ടമായി വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾ തുടങ്ങിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും ₹3 വർദ്ധിപ്പിച്ചായിരുന്നു ഇന്ധനവില വർധനവിന്റെ തുടക്കം. പിന്നീട് മെയ് 19-നും 23-നും പെട്രോളിന് 87 പൈസ വീതവും ഡീസലിന് 91 പൈസ വീതവും വർദ്ധിപ്പിച്ചു. ഇന്ന് വീണ്ടും വില വർദ്ധിച്ചതോടെ 10 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് ഏകദേശം 7.5 രൂപയുടെ വർധനവാണ് പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. 7.5 രൂപ വർദ്ധിച്ചതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡിയോടെ ഡീസൽ നൽകണമെന്ന ആവശ്യം ബസ്സുടമകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഓട്ടോ, ടാക്സി തൊഴിലാളികളും ഗിഗ് തൊഴിലാളികളുമെല്ലാം ഇന്ധനവില വർധനവിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. RDX ന്യൂസ് മലയാളം. ഇതുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ഇൻഫ്ലമേഷൻ മാൻ ആണെന്ന് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി ബാക്കി സമയത്ത് ജനങ്ങളെ പോക്കറ്റടിക്കുന്നു. ഇന്ധനവിലയിലുള്ള ഈ വർധനവ് ഇനിയും തുടരുമെന്നും രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. പെട്രോൾ, ഡീസൽ വില വീണ്ടും കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പിണറായി വിജയൻ പറയുന്നു. സംസ്ഥാനം നികുതി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത UDF സ്വന്തം വാദം പ്രാവർത്തികമാക്കുമോ എന്നും ചോദ്യം. കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്താനും നികുതി കുറയ്ക്കാനും സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നതിൽ ആകാംക്ഷയെന്നും പിണറായി ചോദിക്കുന്നു. ഇന്ധന സെസ് കുറയ്ക്കുന്നത് പരിശോധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എല്ലാ ദിവസവും ഇന്ധനവില കൂടുന്നതാണ് പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. 10 ദിവസത്തിനിടെ 7.5 രൂപയോളമാണ് കൂടിയത്. ചെറിയ കളിയല്ല എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാ സമസ്ത മേഖലയിലും ബാധിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാരെ അവരുടെ നടുകൂടിയുന്ന അവസ്ഥ തന്നെയാണ്. ഉറപ്പല്ലേ ശ്യാമിലി? ഇതിപ്പോൾ വില ഇങ്ങനെ കൂടുന്നു. ഇപ്പോൾ ഇന്ധന വില കൂടി എന്ന് പറയുമ്പോൾ ഈ പെട്രോൾ അടിക്കുന്നത് മാത്രമല്ലോ കൂടുന്നത്, എല്ലാ മേഖലയിലും വില വർദ്ധിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഗ്യാസിൻ്റെ വില, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിൻ്റെ വില കൂട്ടിയതോടെ തന്നെ ഇപ്പോൾ ചായക്ക് 15-20 രൂപയായിട്ട് കൂടി. ഇപ്പോൾ 10 രൂപയായിരുന്നു, 15 രൂപ എല്ലായിടത്തുമായി. അപ്പോൾ എന്താ കൂടുന്നത്? ഇങ്ങനെ അവനവൻ ചെലവഴിക്കേണ്ടുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യർ, ഈ റോഡിലൊക്കെ കെട്ടിടപ്പണിയെടുക്കുന്ന ആളുകളും മറ്റുമൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യർ ചെലവാക്കേണ്ടുന്ന പൈസ എല്ലാ ദിവസവും കൂടുകയാണ്. എന്നാൽ അവരിലേക്ക് വരുന്ന പൈസക്ക് വല്ല കൂടുതലുണ്ടോ? ഇല്ല. ഒരാൾക്ക് 100 രൂപ കിട്ടുന്നു, അയാൾ ഇന്ന് 50 രൂപ ജീവിത ചെലവിന് വേണ്ടി ചിലവാക്കണം, നാളെ 60 രൂപ ചിലവാക്കണം, 70 രൂപ ചിലവാക്കണം. ഇവർ ഈ ഇന്ധന വില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ചിലവാക്കാനുള്ള പണത്തിൻ്റെ തുക കൂടിക്കൂടി വരികയാണ്. പക്ഷേ കിട്ടുന്നതോ എന്നും 100 രൂപ. കിട്ടുന്ന തുകയിൽ ഒരു വർധനവുമില്ല, ചിലവാക്കേണ്ടുന്ന തുക കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതത്തിൽ എന്ന് വെച്ചാൽ അയാൾ എന്താ ചെയ്യുക? അയാളുടെ ചിലവുകൾ കുറയ്ക്കുകയും കഷ്ടപ്പെട്ട് വീണ്ടും താഴേക്ക് പോവുകയാണ്. തലയുടെ മുകളിൽ ഭാരം കൂടി വരുന്നു, മനുഷ്യർ താഴേക്ക് പോകുന്നു. ഇത് എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ് എന്നതാണ് ഇതിനെല്ലാം വാദമായിട്ട് പറയും. ഇപ്പോൾ ആഗോള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു ആളുകൾ വിചാരിക്കും, അയ്യോ ആഗോള സാഹചര്യം ഉള്ളതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു മൈക്കിലൊരു കുറച്ച് പ്രായമുള്ള ഒരാൾ പറയുകയാണ്, എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന്. ഇമാതിരി മനുഷ്യരാണ് യഥാർത്ഥത്തിൽ. അതായത് 2.5 ലക്ഷം രൂപ എനിക്ക് പെൻഷൻ ഉണ്ട് എന്നുള്ളത് നാട്ടുകാരോടൊന്ന് പറഞ്ഞിട്ടൊന്ന് പൊങ്ങണം, പിന്നെ എനിക്കിത് പ്രശ്നമൊന്നുമില്ല. അവരവരുടെ പ്രശ്നം മാത്രമല്ല, എത്രയെത്ര മനുഷ്യരാണ് ഇങ്ങനെ ജീവിക്കുന്നത്. സഹജീവികളോട് ഒരു കരുണയില്ലാതെ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് അവനവൻ്റെ രാഷ്ട്രീയ പക്ഷത്തെ അങ്ങോട്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം ഇത് നിർബന്ധിക്കുന്നതാണ്, ശരി.
പക്ഷേ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം ഇതല്ലാത്ത സമയത്ത് പൊതുജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇത് കൂടിക്കൂടിയല്ലേ വന്നത്. ഇപ്പോൾ എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇതൊക്കെ വെറും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഈ എണ്ണ കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം 86,000 കോടി രൂപയുടെ ലാഭമാണ്. 86,000 കോടി രൂപയുടെ ലാഭമാണ്. ഈ ലാഭത്തിലൊന്നും ഒരിക്കലും കുറവ് വരുന്നില്ല. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഒരു വില കൂട്ടിയ ലാഭം കൂടും. ഇത് എണ്ണ കമ്പനികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ ഈ 25% കോർപ്പറേറ്റ് ടാക്സ് കൊണ്ട് കമ്പനികൾക്കും കേന്ദ്ര സർക്കാരിനും ആ ലാഭത്തിൻ്റെ ഒരു വിധം കിട്ടുകയാണ്. എന്നാൽ സർക്കാർ വിചാരിക്കുക, ഞങ്ങൾ ഈ നാട്ടുകാരുടെ സർക്കാരാണല്ലോ, ഞങ്ങൾ ഈ നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാരാൽ തെരഞ്ഞെടുത്ത് ഭരണം നടത്തുന്ന ആൾക്കാരാണല്ലോ. എന്നാൽ ഞങ്ങൾക്ക് ഈ ടാക്സ് വഴി കിട്ടുന്ന ഈ ലാഭം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട്, അത് ഇന്നലെ വരെ കിട്ടാത്തതാണല്ലോ ഇപ്പോൾ കിട്ടുന്നത്, അതങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ വിലവർധനയുടെ ഭാരം അവരിൽ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ഏതെങ്കിലും സർക്കാർ വിചാരിക്കണം? ഏതെങ്കിലും എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി സർക്കാർ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ പരിമിതികളുണ്ടാവും. അതിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോഴും വി ഡി സതീശൻ സർക്കാർ ഭരിക്കുമ്പോഴും സംസ്ഥാനങ്ങൾക്ക് ഇതിലേക്ക് എത്തുമ്പോൾ പലതരത്തിലായിട്ട് ഈ കിട്ടുന്ന ടാക്സ് അവർക്ക് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്ത? അവരല്ലേ വർദ്ധിപ്പിക്കുന്നത്. പിന്നെ ഈ നരേന്ദ്രമോദി സർക്കാരിന് ഇതിനുമേൽ അധിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്താണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഉണ്ടാക്കിയത്? ഈ മനുഷ്യർ കഷ്ടപ്പെടേണ്ടുന്ന വിധം വില വർദ്ധിച്ച സാഹചര്യം എന്താണ്? സാഹചര്യം അവിടെ പോയിട്ട് ഇറാനിൽ പോയിട്ട് ഈ അലമ്പുണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ട്രംപ് ഉണ്ടാക്കിയ പ്രശ്നമാണ്. ട്രംപും നെതന്യാഹും കൂടി ഉണ്ടാക്കിയ പ്രശ്നമാണ് ആത്യന്തികമായിട്ട് മനുഷ്യരെല്ലാവരും, ലോകത്ത് ജീവിക്കുന്ന സകലമാന മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ട്രംപും നെതന്യാഹും ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ട്രംപും നെതന്യാഹുവിനെ എതിർക്കുന്ന വല്ല നിലപാടും നമ്മുടെ സർക്കാരിനുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ടോ? ട്രംപ് ആവർത്തിച്ച് നമ്മളെ പലതരത്തിൽ, ഇപ്പോൾ നമ്മുടെ പുൽവാമ ഈ ആക്രമണമൊക്കെ സംബന്ധിച്ച്, പെഹൽഗാം ആക്രമണമൊക്കെ സംബന്ധിച്ച് ഇയാൾ ശരിയല്ലാത്ത നമ്മുടെ പരമാധികാര വർത്തമാനത്തിന് അപ്പുറത്ത് കയറി വർത്തമാനം പറഞ്ഞ ഒരു വർത്തമാനം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞോ? ഇല്ലല്ലോ, നമ്മുടെ സർക്കാർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇയാൾ ഈ കുഴപ്പങ്ങൾ ആരും ചോദ്യം ചെയ്യാത്തതുകൊണ്ട് ഇയാൾ ഈ കുഴപ്പങ്ങൾ ആവർത്തിച്ചുണ്ടാക്കുകയും ഇറാനിൽ പോയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മനുഷ്യരുടെ എല്ലാം കഞ്ഞികൂടി മുട്ടിച്ചു. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരു വാക്ക് അതിനോട് വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു ആത്മാഭിമാനത്തോടെ, ഇന്ത്യക്കാർ എന്ന ആത്മാഭിമാനത്തോടെ, ഭാരതീയർ എന്ന സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ നേതാവിത ഈ കുഴപ്പമുണ്ടാക്കിയ ആളെ രണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ അവനവൻ്റെ മുണ്ട് മുറുക്കി കൊടുക്കായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഒരു വർത്തമാനമേ പറയില്ല. അയാൾ ഉണ്ടാക്കിയ കുഴപ്പത്തിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും നമ്മൾ നാട്ടുകാർ സഹിക്കണം. അപ്പോൾ ആത്മാഭിമാനത്തോടെ ഭാരതീയരുടെ മഹത്വം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നും പറയുന്നില്ല. ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യാണ്. എന്നാലോ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളോട്, ഇപ്പോൾ ഉദാഹരണത്തിന് 2025 ഏപ്രിൽ 7 ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ $63 എന്ന താഴ്ന്ന നിലയിലേക്ക് വന്നിരുന്നു. അപ്പോഴും പക്ഷേ കൂട്ടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്, കുറക്കല്ല ചെയ്തിരിക്കുന്നത്. കൂട്ടുന്നതിൻ്റെ ലാഭം കമ്പനികളെടുത്തു, അതിൻ്റെ നികുതി ശതമാനം കേന്ദ്ര സർക്കാരിന് കൊടുത്തു. പാവപ്പെട്ട മനുഷ്യരുടെ മുകളിൽ ഒന്നുമില്ല. അവൻ ഇന്നലെ കിട്ടിയ കൂലി ഇന്നും കിട്ടുന്നു. ഇന്നലെ കിട്ടിയതിനേക്കാൾ 10-20 രൂപ കൂടുതൽ അവൻ ദിവസം ചിലവഴിക്കണം. അപ്പോൾ ഇത് ആത്യന്തികമായിട്ട് എണ്ണ കമ്പനികളുടെ ലാഭമോ കോർപ്പറേറ്റ് നികുതി വഴി ഇങ്ങോട്ട് കിട്ടുന്ന സംഗതികളോ അല്ല. നമ്മൾ ഭരിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും അവൻ്റെ ഭാരത്തിൽ നിന്ന് ഒരളവ് കുറച്ചു കൊടുക്കുക. അവനെ സ്വർഗ്ഗസമാനമായ സംഗതിയിലേക്കൊന്നും എത്തിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളാരും പ്രതീക്ഷിക്കത്തില്ല അങ്ങനെ പിന്നെ സുഖകരമായിട്ട് ഉള്ള പൈസ കൊണ്ട് നല്ല ഗംഭീരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അവരുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഭാരത്തിൻ്റെ 1% കുറച്ചു കൊടുക്കാം എന്ന് ആത്യന്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉള്ളിൽ തീരുമാനമെടുത്തൊരു സർക്കാരിനെ ഇത് ചെയ്യാൻ പറ്റുമോ? അത് പക്ഷേ ചെയ്യുന്നില്ല എന്നതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മനോഭാവമാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം നമ്മളെ നയിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറേയേറെ കണക്കുകൾ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡാറ്റയായിട്ട് നമുക്ക് കുറേ കണക്ക് വായിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനകത്ത് അങ്ങനെ ഒരു തോന്നലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നുമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ ഞങ്ങളുടെ നാട്ടിൽ അമ്മി ഉമ്മായം മറിഞ്ഞ് വീഴുക എന്ന് പറയും, അല്ലെങ്കിൽ ആകാശം ഇടിച്ച് വീഴുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഗതികളുണ്ടായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ധനവില വർദ്ധിക്കുമോ? ശാവലി പറ. ഇല്ല, വർദ്ധിക്കില്ല. എന്ത് സംഭവിച്ചാലും ഇന്ധനവില വർദ്ധിക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ചെയ്യാതിരിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിമുട്ട് വോട്ടിലൂടെ വോട്ടർ പ്രകടിപ്പിക്കും എന്ന ബുദ്ധിയുള്ള ഒരു സർക്കാർ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പെല്ലാം ഒഴിഞ്ഞ നേരത്ത് ഇത് ഇങ്ങനെ ഓരോ ദിവസം വെച്ച് വർദ്ധിപ്പിക്കുന്നത്? അങ്ങനെ ചെയ്താൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാരണകളുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് മേൽ തങ്ങളുടെ താല്പര്യങ്ങൾ നിൽക്കട്ടെ എന്ന രാഷ്ട്രീയ ബുദ്ധി വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക വിശകലന ശൈലിയിൽ ഇതിന് മറുപടി പലർക്കും നൽകാൻ പറ്റും. പക്ഷേ ആത്യന്തികമായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. എന്ത് സംഭവിച്ചാലും നമ്മുടെ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകളുടെ ദേഹത്താണ് ഈ കാര്യങ്ങൾ വന്ന് വീഴുന്നതെന്നാണ് അതിലെ സങ്കടകരമായൊരു കാര്യം, അല്ലേ? അതെ, തീർച്ചയായും.
അതിൽ സയൻസേട്ടൻ പറഞ്ഞൊരു കാര്യം, തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കാലം എന്നത് സത്യത്തിൽ കേവലം ഒരു ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ ഉറപ്പിക്കുന്ന ഒരു സംഗതിയല്ല. സംഗതി അങ്ങനെ മാത്രമല്ല നമ്മളതിനെ കാണേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു വലിയ കവചവും ഒരു സുരക്ഷിതവുമായ ഒരു കാര്യമാണ്. അവരുടെ സാമൂഹിക ജീവിതവും കുടുംബജീവിതവും സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെ സന്തുലിതമായി നിലനിർത്തി പോകുന്ന വലിയ തട്ടുകേടൊന്നും ഇതുപോലെ ഇരുട്ടടിയായി ഒന്നും വന്ന് വീഴില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് സത്യത്തിൽ തിരഞ്ഞെടുപ്പ് കാലം. ഈ തിരഞ്ഞെടുപ്പ് കാലം അങ്ങ് മാറിക്കോട്ടെ. മാറിയാൽ ഈ പറയുന്നത് പോലെ ഒരാഴ്ചക്കിടയിൽ 7.5 രൂപയോളം ഇന്ധനവിലയൊക്കെ കൂടും. ആ ഇന്ധനവില കൂടുന്നതിൻ്റെ ഭാഗമായി ചുറ്റുമുള്ള സകലതിനും വില കൂടും. നമ്മൾ തന്നെ നോക്കണം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവസാനം ഇന്ധനവില കുറച്ചത്. 2 രൂപയാണ് അന്ന് കുറച്ചത്. അതിനുശേഷം പിന്നെ അനക്കമില്ല. അതിനു മുമ്പ് 2022 അവസാനമായി ഇവിടെ വില കൂട്ടിയത് എന്നിരിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യേക ഓഫറുകളെ പറ്റിയാണ് ഉള്ളത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ പാചകവാത സിലിണ്ടറിന് 200 രൂപ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത് സത്യത്തിൽ ജനങ്ങൾക്കൊരു കവചമാണ്. അതങ്ങ് കഴിഞ്ഞു, ആ കവചം കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങ് കൂരമ്പുകൾ വാങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇപ്പൊ ആ ശ്യാമിലി ഇപ്പൊ പറഞ്ഞ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനി കൂടുതൽ ബുദ്ധിമുട്ട് പിടിച്ച കാലത്തേക്കാണ് പോകുന്നത്. എന്താണെന്നറിയോ, 1 നേഷൻ 1 ഇലക്ഷൻ എന്ന പരിപാടി കൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ കവചം ഈ 5 വർഷം കൂടുമ്പേ ഉള്ളൂ ഇനി. അതായത് എല്ലാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നമുക്ക് ഒരു 3 സംസ്ഥാനങ്ങൾ ഒരു തവണ തെരഞ്ഞെടുപ്പ്, 5 സംസ്ഥാനങ്ങൾ മറ്റൊരു തവണ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം മറ്റ് 3 സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നമുക്കൊരു കൂളിംഗ് പീരീഡ് അവിടെ ഇവിടെയൊക്കെ കിട്ടുമായിരുന്നു. ഇനി അതില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നാൽ എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കാം വിലക്കയറ്റം. ആരും ചോദിക്കാനും പറയാനില്ല. 5 വർഷം സഹിച്ചുകൊള്ളുക. 5ാമത്തെ വർഷം അപ്പം എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു തീവ്രവാദികൾക്കെതിരായിട്ടൊരു ആക്രമണം എല്ലാം ചേർന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കിയാൽ വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. വീണ്ടും 5 വർഷത്തേക്ക് എന്ത് വേണേൽ ചെയ്യാം. ഇങ്ങനെ ആ കൂളിംഗ് പീരീഡ് ഞാനത് കൂട്ടിച്ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ആ കൂളിംഗ് പീരീഡും പോവാം ആശങ്കയുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ വെറുതെ അങ്ങ് കൂടുകയല്ല. അതത് സർക്കാരിനും ആ ഭരണ നേതൃത്വത്തിനും ഇതിലൊരു അദൃശ്യ സ്പർശം എന്തായാലും ഉണ്ട്. അത് നമ്മളങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാത്ത പറയുമ്പോഴെന്താ ഇവരുടെ ന്യായവാദം, ഇത് എണ്ണ കമ്പനികളാണ് വില കൂട്ടുന്നത്, അവർക്ക് വലിയ ഭീമമായ നഷ്ടമുണ്ടാകുന്നു, അത് നികത്താൻ അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം ഉണ്ടായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 2011 പ്രേക്ഷകരുടെ അറിവിലേക്ക് 2011 2 UPA സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇത് വില നിർണ്ണയ അധികാരം ഇവർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം മോദി സർക്കാർ വന്നിട്ട് ഡീസലിൻ്റെ വില നിർണ്ണയ അധികാരം അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ പറയും എണ്ണ കമ്പനികളാണ് വില കൂട്ടുന്നത് എന്നുള്ളത്. പക്ഷേ ഈ എണ്ണ കമ്പനികൾ ഈ പച്ചക്കൊള്ള നടത്തുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, കേന്ദ്രം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കേന്ദ്രം ചെയ്യുന്നത് എക്സൈസ് ഡ്യൂട്ടി കൊടുത്തിട്ട് അവർക്ക് കൂട്ടിയിട്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളെ എന്തെങ്കിലും സേവിക്കുവാൻ വേണ്ടി ഇവരാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അന്ന് ഈ വില നിയന്ത്രണ അധികാരം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ആഗോളതലത്തിൽ വില കുറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് അപ്പോൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സാങ്കത്യം. നമ്മൾ അതുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, അല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരു പിടിവള്ളി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആഗോളതലത്തിൽ വില കൂടുമ്പോൾ ഇവിടെയും വില കൂടും, ആഗോളതലത്തിൽ വില കുറയുമ്പോൾ ഇവിടെ വില കുറയില്ല, വില കൂടും. എങ്ങനെ നോക്കിയാലും വില കൂടും. എന്നിട്ട് ഇനി എങ്ങാനും വില കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അതൊരു തെരഞ്ഞെടുപ്പ് കാലമായിരിക്കും. ആ സമയത്തല്ലാതെ ഇവിടെ വില കുറയാറില്ല. ഇനി മോദി സർക്കാരിൻ്റെ കാര്യം തന്നെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യ 6 വർഷക്കാലം 10 തവണയാണ് എക്സൈസ് തീരുവ കൂട്ടിയത് എന്നുള്ളതാണ്. ഈ 2020 മുതൽ 2026 ഇടയിൽ വരികയാണെങ്കിൽ പെട്രോളിന് ഏറെക്കുറെ ഒരു 30 രൂപയ്ക്കടുത്തും ഡീസലിന് 24 രൂപയ്ക്കടുത്തും വില കൂട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് 10 തവണ എക്സൈസ് തീരുവയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് നമ്മൾ വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാമെന്നുള്ളതാണ്. ഇനി ഇതിൽ വേറൊരു പ്രധാന വ്യത്യാസത്തിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2013 അസംസ്കൃത എണ്ണവില ബാരലിന് $124 ആയിരുന്നേ അന്ന് ഇന്ത്യയിലെ പെട്രോൾ വില 75 രൂപയിൽ താഴെ. ഇന്ന് $98. ഇന്ന് വില കൂട്ടിയ ദിവസം നമ്മൾ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും താഴത്തെ 2 ആഴ്ചത്തേലെ ഏറ്റവും താഴ്ന്നത്തെ അവസ്ഥയാണ്. $4 കുറഞ്ഞ് 98 രൂപയിലെത്തി. ഇന്ന് പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ വില 115 രൂപയോളം എത്തി. അതായത് 2013 അന്ന് ബാരലിന് ലോകത്ത് ആഗോളതലത്തിൽ തന്നെ 124 രൂപയുണ്ടായിരുന്നത്. ഇന്ന് ബാരലിന് 98 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, അതിനാനുപാതികമായി ഇവിടെ കുറയണം എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ പിടിച്ചുപറി നടത്തുന്നത്? അത് എണ്ണ കമ്പനികളും സർക്കാരും ഉള്ളതാണ്. എന്നാൽ സർക്കാരിന് ഇത് ഇടപെട്ട് നിയന്ത്രിച്ചൂടെ എന്ന് നമുക്ക് തോന്നുകയില്ലേ? തോന്നും. അതുമാത്രമല്ല, അവർക്ക് ഇത് കൃത്യമായും ഇതിൻ്റെ വിലയിൽ ഏറ്റവും ഏറിയ പങ്കും കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ നികുതി തന്നെയാണ് ഇതിൽ ഏറിയ പങ്കും എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ ഇതിലൊരു ആശ്വാസം ജനങ്ങൾക്ക് നൽകാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
ഈ കുറ്റം എണ്ണ കമ്പനികൾക്ക് മാത്രം അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇതിലൊക്കെ കേന്ദ്ര സർക്കാരും കൂടെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ ഇത്. ഇവരൊക്കെ വില കൂട്ടുമ്പോൾ അപ്പോൾ ഈ വില നിർണ്ണയത്തിലൊന്നും സർക്കാരിനൊരു പങ്കില്ല എന്ന് മാത്രം നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ വില കൂടുന്നത് ഹോർമൂസിലേക്ക് നോക്കൂ, അത് തുറക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സ്വീകാര്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് നികുതികളവും വലിയ പദ്ധതികൾക്ക് സഹായവും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് ഉയരുന്നതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഹോർമൂസാണ് എന്ന് പറഞ്ഞ് എങ്ങോ കിടക്കുന്ന ഇറാനിൻ്റെ പരിസരത്ത് കിടക്കുന്ന ഒരു ഹോർമൂസിനെ ചൊല്ലി പഴിചാരി പോവുകയാണ് ചെല്ലുന്നത്. മുമ്പ് പറയാണ്, വാജ്പേയിയാണ് പറഞ്ഞത്, സർക്കാരുകൾ വരും പോകും, പക്ഷേ ഇന്ത്യ എപ്പോഴും നിലനിൽക്കും എന്നുള്ളത്. അത് പക്ഷേ ഈ രാജ്യം നിലനിൽക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് രാജ്യ താല്പര്യം എന്നുള്ള ഒന്നുണ്ട്. അത് ഇവിടുത്തെ നാനാതുറയിലെ ജനങ്ങളെ മുഖവിലക്കെടുത്തുകൂടി സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണെന്നാണല്ലോ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജ്യത്തെ മുഴുവൻ സാധാരണക്കാരും നിലവിൽ ആശങ്കയിലാണ്. അതൊരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ മൂലധനം കൈയാളുന്ന അവർക്ക് വേണമെങ്കിൽ മാത്രം ഈ വിലവർദ്ധനവിനെതിരെ ഒന്ന് കണ്ണടക്കാം. പക്ഷെ ബാക്കിയുള്ളവരുടെ എല്ലാം കണ്ണ് തള്ളിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതിന് വഴിവെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാരുകളാണ്. അത് ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നവരാണെങ്കിലും മുമ്പ് ഇരുന്നവരാണെങ്കിലും നിലവിൽ അവരവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരൻ്റെ പോക്കറ്റ് അടിക്കുന്നത് പോലെയുള്ള, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ശരിവെക്കാനല്ലാതെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഒരു പശ്ചിമേഷ്യൻ സംഘർഷം കൊണ്ട് മാത്രം, അത് ഇപ്പോൾ മാത്രമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് 2013 കണക്കാണ്. ആ കാര്യങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ അത്ര ലളിതമായി പോകുന്നില്ല. കാരണം എപ്പോഴൊക്കെ ആഗോള വിപണിയിൽ, ആഗോളതലത്തിൽ ഇതിന് ക്രൂഡ് ഓയിൽ വില കുറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതുണ്ടായിട്ടില്ല. അത് കൂടിയിട്ടുണ്ടോ? കൂടുന്ന സമയത്തൊക്കെ നമുക്കിവിടെ കൂടിയിട്ടുമുണ്ട്. അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്കൊരു ആശ്വാസം ഒരു ഘട്ടത്തിലും വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അതൊരു പോക്കറ്റടിയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വയറ്റത്തടിക്കുന്നതും ഒരു തുണിയിട്ട് മൂടുന്നതിൻ്റെ അവസ്ഥയാണ് നിലവിൽ അതുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഉരുത്തിരിഞ്ഞിട്ടുള്ള ഇന്ധന പ്രതിസന്ധി രാജ്യത്ത് രൂക്ഷമായി തുടരുകയാണ്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടാകുമ്പോഴും രാജ്യത്ത് വില വർദ്ധിക്കുന്നത് എന്നതാണ് കൗതുകം. ഇതിന് എണ്ണ കമ്പനികൾ നൽകുന്ന വിശദീകരണമാണ് ഏറെ ശ്രദ്ധേയം. മുമ്പ് തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് ഇപ്പോഴത്തെ വിലവർധന എന്നതാണ് ന്യായീകരണം. അവർ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വില നിയന്ത്രിച്ചതിലൂടെ അവർക്ക് നേരിടേണ്ടി വന്ന നഷ്ടത്തെ പറ്റിയാണ് എന്നത് വ്യക്തം. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കാൻ കേന്ദ്രം പ്രതിസന്ധി മറച്ചുവെക്കുകയായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾ സാധൂകരിക്കപ്പെടുന്നത്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും നഷ്ടങ്ങളും എണ്ണ കമ്പനികൾക്ക് സഹിക്കാമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ആ കാരണങ്ങൾ ചെന്നെത്തുന്നത് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിലേക്കുമാകും. കൂടാതെ മുൻകാലങ്ങളിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ എണ്ണ വില കുറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ വില കുറയുന്ന ഘട്ടത്തിലെല്ലാം എണ്ണ കമ്പനികൾ കൊള്ളലാഭം നേടുകയായിരുന്നു എന്ന വിമർശനം ഇപ്പോൾ വീണ്ടും ശക്തമാകുന്നത്. അതായത് ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റമോ എണ്ണ കമ്പനികളുടെ നഷ്ടമോ മാത്രം പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് എണ്ണ വില വർധനവിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ചുരുക്കം.